ഹേ ഗൈസ്, ഇപ്പം ഞാൻ പുഷ്പ 2 കണ്ടേക്കുവാണ്. ദ റൂൾ കോസ്റ്റ്യൂം പിന്നെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത് പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. മറ്റേ നീല പൗഡർ കിട്ടിയില്ല, അപ്പോൾ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു ഗൈസ്. അതെന്തെയില്ല കേട്ടെ. പടത്തിനെ കുറിച്ച് വരാം. സ്മൂത്ത് പഠിക്കൂടി 20 മിനിറ്റ്. എന്താ പടം! ഒരു വികാരം പോലും നമുക്ക് തരാതെ കൊണ്ടുപോകുന്ന ഒരു പടം. നമ്മൾ ഈ ഫസ്റ്റ് ഹാഫിലൊക്കെ നമ്മുടെ പുഷ്പയിൽ കണ്ടില്ലേ, ആ ഒരു രീതിയിലുള്ള സാധനം, പുഷ്പയിലുള്ള ഒരു സാധനം ഫസ്റ്റ് ഹാഫിൽ കയറ്റിയിട്ട് സെക്കൻഡ് ഹാഫിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് നമ്മളെ തോന്നിപ്പിച്ചിട്ട് സെക്കൻഡ് ഹാഫിൽ ഒരു തേങ്ങയും തരാതെ കങ്കുവേലുള്ള ലെവല് പാസം കയറ്റി ഫാമിലി ആയിട്ട് അപരാധിച്ച ഒരു പടം ആക്കി ലാസ്റ്റ് വെച്ചു. അങ്ങനത്തെ ഒരു ഫീലാണ്. അതിന് ഇനി 3ാം ഭാഗവും കൂടി ഉണ്ട്, ദ റാംബേജ്, പുഷ്പ റാംബേജ്. ഇനി അതിലെന്താണാവോ സംഭവിക്കാൻ പോണത്? ഇതെന്താ സംഭവം എന്ന് അറിയാം. നമ്മൾ അണ്ണാത്ത ഉണ്ടല്ലോ, അണ്ണാത്തയിൽ ഒരു വില്ലൻ പോകുമ്പോൾ മറ്റേ വില്ലൻ വരും, മറ്റേ വില്ലൻ പോകുമ്പോൾ വേറെ വില്ലന്മാരെ ഉണ്ടാക്കും. അങ്ങനത്തെ ലെവൽ സാധനമില്ലേ, അത് ഇവർ അണ്ണാത്തയിൽ മൊത്തത്തിൽ അതങ്ങ് കാണിച്ചു. ഇതിൽ അവർ പാട്ടാക്കിയിട്ട് കാണിക്കണം. അത് മാത്രമേ ഉള്ളൂ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പാസം അത് തന്നെ, പാസമാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് മൊത്തം പാസത്തിൽ അങ്ങ് ഒഴിവാണ്. പിന്നെ കള്ളക്കടത്തോ കാര്യങ്ങളോ ഒന്നുമില്ല. പാസം നമ്മുടെ ഫാഫ ഇപ്പൊ കിട്ടുന്ന റോളെല്ലാം ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഒന്നുമില്ല. ഇത് ഫാഫയുടെ ഒരു വില്ലനിസം കൂടെയൊക്കെ കാണാനാണ് ഞാൻ ഈ സിനിമ കുറച്ചുകൂടി ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. ഫാഫയുടെ ഒന്നും അല്ലാതാക്കി കളഞ്ഞു. നായകനാണ് ഫുള്ള് റൂള്, നായകൻ തന്നെ ഭരിക്കും. ആ ഒരു രീതിയാണ്. വില്ലനെ ഒരു വില്ലനെ മണ്ടനാക്കുവാണ്. ഫാഫേനെ എന്താണ് ഫസ്റ്റ് വന്ന ആ മാസ് ഇതിൽ തീരില്ല. എനിക്ക് പേഴ്സണലി തീരെ ഇഷ്ടപ്പെട്ടില്ല ഫാഫേനെ അവിടെ കൊണ്ടുവന്നത്. ചുമ്മാ വിളിച്ച് അപമാനിച്ച പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഇതിലും, രശ്മികേനെ നമ്മൾ പുഷ്പ 1 കണ്ടപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു നല്ല വെറുപ്പീരാണ്, ഇവളെ ഒന്ന് മാറ്റിയായിരുന്നെങ്കിൽ പടം കുറച്ചുകൂടി സെറ്റപ്പ് ആയിരുന്നു. ഈ പടത്തിലും അത് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് നോർത്ത് ഇന്ത്യയിലുള്ളവർക്കും കർണാടകയിലുള്ളവർക്കും പുള്ളിക്കാരത്തിയുടെ ക്യൂട്ട്നെസ് ഇഷ്ടപ്പെട്ടു തോന്നുന്നു. അതുകൊണ്ട് കുറച്ചുകൂടി ഓവറാക്കി എന്തൊരു ഓവർ ക്യൂട്ട്നെസ് ആട്ടോ ഇതിലിരുന്നത്. ഭയങ്കര വെറുപ്പീരാണ് രശ്മിക ഈ സിനിമയിൽ കാണിച്ചു കൂട്ടുന്നത്. ഐറ്റം ഡാൻസ് കളിക്കാൻ വേറെ ഒരാൾ എന്തിനാണ് പുറത്തുനിന്ന് കൊണ്ടുവന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പുള്ളിക്കാരത്തി തന്നെ ഇതിലെല്ലാം കളിക്കുന്നുണ്ട്, ഐറ്റം ഡാൻസും ഉണ്ട്, എല്ലാം ഉണ്ട്. എക്സ്പോസ് ചെയ്യാൻ കൊണ്ടുവന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ഒരു ഫൈറ്റൊക്കെ ഉണ്ട് ഇതിന്. ആ ഫൈറ്റിൻ്റെ ഒക്കെ ആവശ്യകത എന്താണെന്ന് എനിക്കറിയില്ല. ആ ഫൈറ്റ് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഒരു മൂഡ് പോകും. കാരണം അങ്ങനെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പടത്തിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഫൈറ്റാണ്. ഒരു തട്ടിക്കൂട്ട് പടം കാണാൻ പോണ പോലെ ഫീൽ ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു എടുക്കലാണ് ആ എടുത്തു വെച്ചേക്കണം. പിന്നെ ഇവര് നോർത്ത് ഇന്ത്യയിൽ നല്ലപോലെ ഓഡിയൻസിനെ പിടിക്കാൻ നോക്കിയിട്ടുണ്ടല്ലോ. തമ്പാക്ക് ചവയ്ക്കണു ഇടയിൽ, അതിൻ്റെ ഇടയിൽ റാം വിളി, ജയ് ശ്രീറാം വിളി, ഭാരത് മാതാ കി ജയ്, അതുപോലത്തെ സാധനങ്ങൾ, ഇങ്ങനത്തെയൊക്കെ കുറേ സാധനങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. എനിക്ക് എന്താണെന്നറിയില്ല. ഈ പടം ഭയങ്കര ബിലോ ആവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ശോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. എന്നാൽ നമ്മൾ ഒരു നോർമൽ മൂവി ഇത്രയും ഹൈപ്പ് തന്നെ മൂവിക്ക് കുറച്ചെങ്കിലും എന്ന് വെച്ചാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ്പയുടെ ക്യാരക്ടർ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ ഒരു പ്രത്യേക രസമായിരുന്നു. പിന്നെ നമ്മുടെ ഫാഫ വന്നപ്പോഴാണെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് എന്താണിത്, എന്ത് തേങ്ങയാണ് കാണിച്ചു വെച്ചേക്കണത്. എന്നിട്ട് ഇനി റാംബേജും കൂടി വന്നു. എന്തിനാന്ന് എനിക്കറിയില്ല. വില്ലന്മാർ ചത്തെടുക്കുമ്പോൾ പുതിയവരെ കൊണ്ടുവന്നു. ഒരു വെറൈറ്റി ഇല്ല. പുഷ്പ 1 ആയിട്ട് ഒരു വെറൈറ്റി ഇല്ല. ഫസ്റ്റ് ഹാഫ് മൊത്തം പുഷ്പ 1ഉം സെക്കൻഡ് ഹാഫ് മൊത്തം പാസവും. എനിക്കിതാണ് പുഷ്പ ദ റൂൾ കണ്ടിട്ട് തോന്നിയത്. നിങ്ങളും എങ്ങനെയുണ്ടെന്ന്, സിനിമ കണ്ടവരാണെങ്കിൽ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യാട്ടോ.